എല്ലാവർക്കും കളേഴ്സ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അശോക് ലൈലാൻഡിൻ്റെ ചേസിൽ കൊണ്ടോടി ഓട്ടോക്രാഫ്റ്റിൽ നിർമ്മിച്ച വിക്ടറി എന്ന സർവീസ് ബസിൻ്റെ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അശോക് ലൈലാൻഡിൻ്റെ ലെൻസ് സ്ട്രോങ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന മോഡലാണിത്. LT15106T6R എന്നതാണ് ഈ മോഡൽ നെയിം. 147 ഹോഴ്സ് പവറിൽ 3839 cc ഡിസ്പ്ലേസ്മെൻറ്റിൽ 4 സിലിണ്ടർ ഡീസൽ എഞ്ചിനാണ് ഈ വാഹനത്തിൽ ഉള്ളത്. 5334 mm വീൽ ബേസും 450 Nm ടോർക്കും ആണ് ഈ മോഡലിൽ ഉള്ളത്. 185 ലിറ്റർ ആണ് ഡീസൽ ടാങ്ക് കപ്പാസിറ്റി. ആഡ് ബ്ലൂ ടാങ്കിന് 24 ലിറ്റർ കപ്പാസിറ്റിയും ഉണ്ട്. ഡയറക്റ്റ് ഡ്രൈവ്, കേബിൾ ഷിഫ്റ്റ് സിസ്റ്റം എന്നിവയുള്ള 5 സ്പീഡ് സിങ്ക്രോമെഷ് ഗിയറാണ് ഈ മോഡലിൽ വരുന്നത്. 12 വോൾട്ട് ബാറ്ററിയാണ് ഇതിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. 295/18R 22.5 എന്നതാണ് ടയർ സൈസ്. ഈ മോഡലിൽ ഒരു OBD സിസ്റ്റം പ്രവർത്തിക്കുന്നു. ഓൺ ബോർഡ് ഡയഗ്നോസ്റ്റിക്സ് എന്നതാണ് ഇത് വ്യക്തമാക്കുന്നത്. വാഹനങ്ങളിലെ എൻജിൻ, മറ്റ് സംവിധാനങ്ങൾ എന്നിവ നിരീക്ഷിക്കുകയും സാങ്കേതിക വിദഗ്ധർക്കും ഉപഭോക്താക്കൾക്കും വിശദ വിവരങ്ങൾ നൽകുകയും ചെയ്യുക എന്ന ഒരു സംവിധാനമാണിത്. ഈ മോഡൽ ചേസിന് 10604 mm ലെങ്ത് ഉണ്ട്. 2473 mm വിട്ടും ഉണ്ട്. BS6 മാനദണ്ഡത്തിലാണ് ഈ വാഹനം നിർമ്മിച്ചിരിക്കുന്നത്. മൈലേജ് 5 മുതൽ 6 വരെ ലഭിക്കും എന്നതാണ് കമ്പനി അവകാശപ്പെടുന്നത്. കോട്ടയത്തെ കൊണ്ടോടി ഓട്ടോക്രാഫ്റ്റിൽ തന്നെയാണ് ഈ ബസിൻ്റെയും നിർമ്മാണം പൂർത്തിയാക്കിയത്. കൊണ്ടോടിയുടെ ലക്ഷോറ എന്ന മോഡലിൽ 48 സീറ്റോടുകൂടിയാണ് ഈ വാഹനം നിർമ്മിച്ചത്. ലിമിറ്റഡ് സ്റ്റോപ്പ് സർവീസ് ആയതിനാൽ പിങ്ക് നിറത്തിൽ ഉള്ളതാണ് ബസിൻ്റെ കളർ കോഡ്. കൊണ്ടോടിയുടെ ലക്ഷോറായിൽ ഉള്ള ഏറ്റവും പുതിയ ഫ്രണ്ട് ആൻഡ് ബാക്ക് കൗൾ ആണ് ഈ ബസ്സിൽ വന്നിരിക്കുന്നത്. മറ്റ് ബസ്സുകളിലെ പോലെ തന്നെ 4 ഹെഡ്ലൈറ്റും 2 ഫോഗ് ലാമ്പും ഈ ബസ്സിൽ ഉണ്ട്. കൂടാതെ ഇൻഡിക്കേറ്റർ ബൾബ്, പാർക്ക് എന്നിവയെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നു. കൂടാതെ 2 വൈപ്പർ ആമുകളും എല്ലാ ബസ്സിലെയും പോലെ തന്നെ ഈ ബസ്സിലും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പൊൻകുന്നം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന വിക്ടറി മോട്ടോഴ്സാണ് ഏറ്റവും പുതിയതായി LT1510 എന്ന മോഡലിൽ ഈ ബസ് നിർമ്മിച്ചിരിക്കുന്നത്. കോട്ടയത്തു നിന്നും നെടുങ്കണ്ടത്തേക്ക് സർവീസ് നടത്താനാണ് ഈ ബസ്. ഈ ഒരു ബസ് കൂടാതെ ചങ്ങനാശ്ശേരിയിൽ നിന്നും കുമളിയിലേക്കും കട്ടപ്പനയിലേക്കും കട്ടപ്പന വഴി ഇരട്ടയാറിലേക്കും മറ്റ് 3 ബസ്സുകൾ സർവീസ് നടത്തുന്നു. ആകെ മൊത്തം 4 സർവീസ് ബസ്സുകളാണ് ഇവർക്കുള്ളത്. മറ്റ് കൊണ്ടോടി മോഡലുകളിൽ നിന്നും വ്യത്യസ്തത വേണമെന്ന ആഗ്രഹത്തോടെയാണ് ഈ ഫ്രണ്ട് കവിളിൻ്റെ സ്റ്റീൽ ക്രോം ചെയ്തിരിക്കുന്നത്. വിക്ടറി ബസിൻ്റെ ഓണർ തന്നെയാണ് ആ 2 ഗ്രില്ലുകളും റിമൂവ് ചെയ്ത് തമിഴ്നാട്ടിൽ കൊണ്ടുപോയി സ്റ്റീൽ കൊണ്ടുള്ള ഈ രൂപമാറ്റം വരുത്തിയത്. മറ്റു ബസ്സുകളേക്കാൾ വ്യത്യസ്തത വേണമെന്ന ആഗ്രഹത്തിന് ഒരു ലൈക്ക് കൊടുത്തേ പറ്റൂ. അതുപോലെ തന്നെ KL 34J8181 എന്ന രജിസ്ട്രേഷൻ നമ്പറും ഓണറുടെ ഒരു ആഗ്രഹത്തിൽ ബുക്ക് ചെയ്ത് ലേലത്തിൽ നേടിയതാണ്. 2022 നവംബറിൽ ആണ് വിക്ടറി മോട്ടോഴ്സ് KK റോഡിൽ സർവീസ് ആരംഭിക്കുന്നത്. ബസിൻ്റെ എഞ്ചിൻ സംബന്ധമായ വിവരങ്ങളും ബോഡി സംബന്ധമായ വിവരങ്ങളും കൂടുതലായി വീഡിയോയുടെ അവസാന ഭാഗത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നു.
3 സ്റ്റെപ്പോട് കൂടിയുള്ള ഫുട്ബോർഡുകളാണ് ഈ ബസ്സിൽ ഉള്ളത്. അലൂമിനിയം ചെക്ക്ഡ് ഷീറ്റുകളാണ് പ്ലാറ്റ്ഫോമിനായി ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാ ബസ്സുകളിലെയും പോലെ തന്നെ വലതുവശത്ത് അവസാന ഭാഗമായി എമർജൻസി ഡോർ വന്നിരിക്കുന്നു. ബസ്സിൻ്റെ പുറകുവശം കാണാനായി ഒരു ക്യാമറയും ബാക്ക് ഫുട്ബോർഡ് വശം കാണാനായി മറ്റൊരു ക്യാമറയും പുറകുവശത്ത് ഉണ്ട്. ബസ്സിൻ്റെ അകവശം കാണാനായി മറ്റൊരു ക്യാമറ ഫ്രണ്ടിലും ഫ്രണ്ട് ഫുട്ബോർഡ് കാണാനായി മറ്റൊരു ക്യാമറയും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ആകെ മൊത്തം 48 സീറ്റുകളാണ് ഈ ബസ്സിൽ ഉള്ളത്. 2 എമർജൻസി വിൻഡോകൾ ഇരുവശങ്ങളിലായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നീല റെക്സിനോട് കൂടിയുള്ള സീറ്റ് കവറുകളാണ് ഈ ബസ്സിൽ ഉള്ളത്. ബ്ലാക്ക് കവറിൽ ഹെഡ്റെസ്റ്റ് കവറും വെച്ചിരിക്കുന്നു. ഡോറുകൾ തുറക്കുന്നതിനാവശ്യമായ സ്വിച്ചുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഡ്രൈവർ സീറ്റിന് തൊട്ടുപുറകിലായി ഫിറ്റ് ചെയ്തിരിക്കുന്നു. വാഹനത്തിനാവശ്യമായ മറ്റു സ്വിച്ചുകളെല്ലാം തന്നെ സ്റ്റിയറിങ്ങിനോട് ചേർന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു. വളരെ വിശാലമായൊരു ക്യാബിൻ വ്യൂ ആണിത്. ഡ്രൈവർ സീറ്റിനോട് ചേർന്നു തന്നെ ഒരു ഗ്ലാസ് ബ്രേക്കറും മറ്റു സ്വിച്ചുകളും വൈഫൈ കണക്ഷൻ്റെ മോഡവും എല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പബ്ലിക് അനൗൺസ്മെൻറ്റ് സിസ്റ്റം, ഒരു ആംപ്ലിഫയർ എന്നിവ മറ്റു ബസ്സുകളിലെ പോലെ തന്നെ ഈ ബസ്സിലും നമുക്ക് കാണാൻ സാധിക്കുന്നു. കൂടാതെ ഒരു പവർ പോയിൻറ്റും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. $295 18R 22.5 എന്നതാണ് ടയർ സൈസ്. ഫ്രണ്ട് ഫുട്ബോർഡിന് തൊട്ടുപുറകിലായി ബാറ്ററി ബോക്സ് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഡ്രൈവർ സീറ്റിനോട് ചേർന്ന് അത്യാവശ്യം വായു സഞ്ചാരം ലഭിക്കത്തക്ക വിധത്തിൽ ഒരു ചെറിയ വിൻഡോയും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഡ്രൈവർ സീറ്റിലോട്ട് കയറുന്നതിനാവശ്യമായ 2 സ്റ്റെപ്പുകൾ നമുക്കവിടെ കാണാവുന്നതാണ്. വിക്ടറി മോട്ടോഴ്സിൻ്റെ ലോഗോയും നെയിമും 2 വശങ്ങളിലായി സ്റ്റിക്കർ ചെയ്തിരിക്കുന്നു. ആഡ് ബ്ലൂ ടാങ്ക് ഡ്രൈവർ സീറ്റിനോട് ചേർന്ന് തൊട്ടുപുറകിലായി വന്നിരിക്കുന്നു. ഡീസൽ ടാങ്ക് അതിനോട് ചേർന്ന് തന്നെ ബസ്സിൻ്റെ നടുഭാഗത്തായി വലതുവശത്ത് വന്നിരിക്കുന്നു. വളരെ വിശാലമായി കാണാൻ പറ്റുന്ന ഒരു ഡെസ്റ്റിനേഷൻ ബോർഡാണ് ഇതിൽ ഉള്ളത്. എമർജൻസി ഡോറിന് വേണ്ടിയും 2 സ്റ്റെപ്പുകൾ ഇവിടെ കാണാൻ സാധിക്കുന്നു. 50% വിസിബിലിറ്റിയുള്ള ടിൻറ്റഡ് ഗ്ലാസ് ആണ് ഇതിൻ്റെ ഇരുവശങ്ങളിലും ഉള്ളത്.
പൊൻകുന്നത്താണ് ഈ വാഹനത്തിൻ്റെ സ്റ്റിക്കർ വർക്കുകൾ ചെയ്തത്. വിക്ടറി ഹെവി മോട്ടോർ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഫോൺ നമ്പരും ബാക്കിൽ സ്റ്റിക്കർ ചെയ്തിരിക്കുന്നു. ഈ കാണുന്നതാണ് ഈ ബസ്സിൻ്റെ ആകെ മൊത്തത്തിലുള്ള ഒരു ബാക്ക് വ്യൂ. വിക്ടറി എന്ന പേരും ബാക്കിൽ സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. ഇത്രയുമൊക്കെയാണ് ഈ ബസ്സിനെക്കുറിച്ച് എനിക്ക് അറിയാൻ പറ്റിയിരിക്കുന്ന കാര്യങ്ങൾ. തെറ്റുകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു വീഡിയോകൾ കാണുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റും ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുന്നു.